ഈ പ്രദേശത്താണ് ഇന്നലെ 2 പേർക്ക് മരണം സംഭവിച്ചത്. ഈ മേഖലയിലാണ് വാഴച്ചാൽ ഭാഗത്ത് താമസിച്ചിരുന്ന ആദിവാസി ഊരിലെ ശാസ്താംപൂവം ആദിവാസി ഊരിലെ 2 പേർക്ക് സതീഷിനും അംബികയ്ക്കും മരണം സംഭവിച്ചു. അവർ കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അരിയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ. ഈ മരത്തിൽ ആണ് കുടിൽ കെട്ടി ഇവിടേക്ക് ഒരു ചെറിയൊരു കുടിൽ പോലെ ഉണ്ടാക്കിയാണ് അവർ ഇവിടെ കഴിഞ്ഞിരുന്നത്. ഇത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഇവർ തേനെടുക്കാനായാണ് പോയിരുന്നത്. ഇത് മുള കൊണ്ട് ഉണ്ടാക്കുന്ന ആണിയാണ്, അതായത് മരത്തിന് മുകളിലേക്ക് ഇവർക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ആണിയാണ്. അതിനോടൊപ്പം തന്നെ അവരുടെ മറ്റ് സാധന സാമഗ്രികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ ഇതാണ് അവർ കെട്ടിയിരുന്ന ആ ഷെഡിൻ്റെ ഒരു ഭാഗം. അതായത് ഈ മരത്തിൽ നിന്ന് ഒരു ഭാഗം നേരെ ഇതിലേക്കാണ്, ഈ കമ്പ് വെച്ചാണ് അവർ കെട്ടി ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇനി ആനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ആന ഈ മേഖലയിൽ നിന്നാണ് വന്നത്, അതായത് പുറകിൽ നിന്നാണ് വന്നത്. ആ വനപ്രദേശത്ത് നിന്ന് വന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. ഇവർക്ക് ഈ ഷെഡിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അറിയാതെ നേരെ ആന ഇവരെ അറ്റാക്ക് ചെയ്ത സമയത്ത് ആദ്യം സതീഷിനെയാണ് അറ്റാക്ക് ചെയ്തത്. ആ സതീഷിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് തന്നെ അവർ മറ്റുള്ളവരെല്ലാവരും തന്നെ ചിതറി ഓടുകയാണ് ഉണ്ടായത്. അംബികയുടെ മൃതദേഹം കിടന്നിരുന്നത് ഈ പാറക്കെട്ടുകൾക്ക് ആ പ്രദേശത്താണ്. സതീഷിനെ നേരെ തുമ്പിക്കൈ കൊണ്ട് അടിച്ച് എറിയുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. കാരണം സതീഷിൻ്റെ മൃതദേഹം കുറച്ച് നീങ്ങിയാണ് കിടന്നിരുന്നത്. കൂടാതെ ആന വന്നതിൻ്റെ ലക്ഷണങ്ങളും ഇവിടെയുണ്ട്. ഈ പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് കാൽപ്പാടുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും 3 മരണങ്ങളാണ് 2 ദിവസത്തിനുള്ളിൽ ഉണ്ടായത്. അതുകൊണ്ട് വലിയ പ്രതിഷേധം ഉയരാനായുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ആനയുടെ ആക്രമണം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഉറപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ള ആ 3 മരണങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് റൂറൽ SP അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്.